കൺവിൻസിംഗ് ആയി ഒരു കോമഡി സിനിമ അവതരിപ്പിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. മോഹിനിയാട്ടം ഈസ് വൺ ഓഫ് ദ ഫണ്ണിയസ്റ്റ് മലയാളം ഫിലിം ഇൻ റീസെന്റ് ടൈംസ്. ആദ്യ ഭാഗത്തേക്കാൾ മികച്ച ഒരു ഡാർക്ക് ഹ്യൂമർ ചിത്രമാണ് മോഹിനിയാട്ടം. സിനിമയെ രസകരമാക്കുന്നത് അതിന്റെ എഴുത്താണ്. കഥയുടെ വേഗത കൈവരിക്കാൻ ചിത്രം ഒട്ടും സമയം കളയുന്നില്ല. ട്രെയിലറിൽ കണ്ടതുപോലെ ദൃശ്യം സിനിമയെ സ്പൂഫ് ചെയ്യുന്ന രീതിയിലുള്ള ചില ഭാഗങ്ങൾ ഇതിലുണ്ട്. എന്നാൽ കൃഷ്ണദാസ് മുരളി ഇതിൽ മതപരമായ ആക്ഷേപഹാസ്യത്തിന്റെ മറ്റൊരു തലം കൂടി നൽകുന്നുണ്ട്. ഹൃദയം, ഏഴാം അറിവ് എന്നീ ചിത്രങ്ങളിലെ ചില രംഗങ്ങളെ സ്പൂഫ് രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അഭിനേതാക്കളിലേക്ക് വന്നാൽ സൈജു കുറുപ്പ് തന്റെ സേഫ് സോണിലുള്ള അഭിനയശൈലി തന്നെയാണ് ഇതിലും പിന്തുടരുന്നത്. സുരാജ് വെഞ്ഞാറമൂട് തന്റെ വേഷം ഗംഭീരമാക്കി. സുഭാഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബേബി ജീൻ ആ കഥാപാത്രത്തിനുണ്ടാകുന്ന രസകരമായ മാറ്റങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. ഒരു പോലീസ് ഓഫീസറായി എത്തിയ വിനയ് ഫോർട്ട് പ്രേമത്തിലെ വിമൽ സാർ പോലീസ് യൂണിഫോം ഇട്ടാലെന്ന പോലെ അത്രമേൽ തമാശ നിറഞ്ഞതായിരുന്നു. പല തലങ്ങളിലുള്ള തമാശകൾ ഉൾക്കൊള്ളിച്ചതിലൂടെ മോഹിനിയാട്ടം ആദ്യ ഭാഗമായ ഭരതനാട്യത്തെ മറികടന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടക്കുന്ന നിരവധി സംഭവങ്ങളും സംഭാഷണങ്ങളിലെ ഹാസ്യവും ആക്ഷേപഹാസ്യവുമെല്ലാം ഈ സിനിമയിലുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒട്ടും ബോറടിപ്പിക്കാത്ത നിമിഷങ്ങളുള്ള പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന മികച്ചൊരു ഡാർക്ക് കോമഡിയാണ് മോഹിനിയാട്ടം.